ജില്ലകളിലും സഹകരണ ആശുപത്രികൾ സ്ഥാപിക്കാനുള്ള സർക്കാർ നയത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സഹകരണ കോൺക്ലേവ് ഈ മാസം 16-ന് കൊല്ലത്ത് NS സഹകരണ ആശുപത്രി ക്യാമ്പസിൽ നടക്കും. കേരളത്തിലെ ആതുര സേവന മേഖലയിലേക്ക് ബഹുരാഷ്ട്ര കുത്തകൾ കടന്നുവരുന്ന സാഹചര്യത്തെ നേരിടാൻ സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊല്ലം NS സഹകരണ ആശുപത്രി മോഡൽ സംസ്ഥാനത്താകെ വ്യാപിപ്പിക്കുകയാണ് ഒരു ലക്ഷ്യം. ഇതിനായി ഈ മാസം 16-ന് കൊല്ലം NS ആശുപത്രി ക്യാമ്പസിൽ നടക്കുന്ന സഹകരണ ആരോഗ്യ കോൺക്ലേവിൽ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കും. സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം രൂപീകരിച്ച് എല്ലാ ജില്ലകളിലും 300 കിടക്കയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ആദ്യഘട്ടത്തിൽ ആരംഭിക്കും. കൂടാതെ പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും ഇന്റഗ്രേറ്റഡ് മെഡിസിൻ ആൻഡ് പ്രിവന്റീവ് ക്ലിനിക്കും ആരംഭിക്കും. കേരളത്തിലെ ചികിത്സാ നിരക്ക് അമേരിക്കയിൽ നിന്നുള്ള വൻകിട കോർപ്പറേറ്റുകൾ ഫീസ് നിർണ്ണയിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനാകണമെന്നും സഹകരണ സംഘം രജിസ്ട്രാർ D. സജിത് ബാബു, NS സഹകരണ ആശുപത്രി പ്രസിഡന്റ് P. രാജേന്ദ്രൻ എന്നിവർ ചൂണ്ടിക്കാട്ടി. നമ്മുടെ ആരോഗ്യമേഖല ഇന്ന് വളരെ വൈവിധ്യമാർന്ന പ്രശ്നങ്ങൾ നേരിടുകയാണ്. നമുക്കെല്ലാം അറിയാം, പൊതുവേ കേരളത്തിൻ്റെ ആരോഗ്യമേഖല ഇന്ത്യയിൽ തന്നെ മാതൃകയാണ്, ലോകത്തിന് പോലും മാതൃകയാണ്. പക്ഷേ പുതിയ പ്രവണതകൾ, ഒരുപാട് രോഗങ്ങൾ കടന്നു വരുന്നു, പഴയ രോഗങ്ങളുടെ തിരിച്ചുവരവുണ്ടാകുന്നു. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം മനുഷ്യൻ്റെ ആരോഗ്യത്തിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർന്നു വരികയാണ്. അതുപോലൊരു പ്രവണതയാണ് മറ്റ് ബാഹ്യശക്തികൾ കേരളത്തിലെ ആരോഗ്യ മേഖലയെ കൈവശപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. കേരളത്തിലേക്ക് കൂടുതൽ മുതൽ മുടക്കിന് ബഹുരാഷ്ട്ര കമ്പനികൾ വരുന്നു എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ലാഭിച്ച കൂടിയാണ് അവർ വരുന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ആ ലാഭേച്ഛയല്ല, മറിച്ച് വളരെ പൊതുജനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സഹകരണ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ അതിനെങ്ങനെ നമുക്ക് കൂട്ടായി ആലോചിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാം എന്നുള്ളതാണ് ആ കോൺക്ലേവ് അഡ്രസ്സ് ചെയ്യുന്ന വിഷയം. അലോപ്പതി, ആയുർവേദം, ജിം, യോഗ, വെൽനസ് തുടങ്ങിയ വിഭാഗങ്ങൾ ഇതിലുണ്ടാകും. സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ 60 വയസ്സ്